Hi everyone, this is Rinsi from Groww Malayalam channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ എപ്പോഴും നോക്കാറുണ്ട് ഈ ഒരു സ്റ്റോക്കിന്റെ റൈറ്റ് പ്രൈസ് എന്താണെന്നുള്ളത്. അപ്പം ഇതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ആൻസർ നമ്മൾ എല്ലാവരും അന്വേഷിക്കാറുണ്ട് അല്ലേ? പക്ഷേ ആരും തന്നെ നമുക്ക് ഇതിനുള്ളൊരു കറക്റ്റ് ആൻസർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതായത് ഈവൻ ലെജൻഡറി ഇൻവെസ്റ്ററായ വാരൻ ബഫറ്റ് പോലും എങ്ങനെയാണ് ഒരു സ്റ്റോക്കിന്റെ റൈറ്റ് പ്രൈസ് ക്രാക്ക് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബിക്കോസ് ഗ്രോ മലയാളം എന്ന ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഡെയിലി ക്വാളിറ്റി കോണ്ടന്റ് വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ മിസ്സാക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ടൈം കളയാതെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ ലൈഫ് പോലെ തന്നെ ഈ ഒരു ബിസിനസ്സും കമ്പനീസൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ടൈം അനുസരിച്ച് കമ്പനീസ് അതുപോലെ തന്നെ കമ്പനീസിൻ്റെ ഓപ്പറേഷനൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്കിന് ഒരു റൈറ്റ് പ്രൈസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാല്യൂഷൻ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഒരു ഗിവൺ ടൈമിൽ സ്റ്റോക്കിൻ്റെ റൈറ്റ് പ്രൈസും നമുക്ക് റഫ്ലി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ജനറലി നമ്മൾ 3 വാല്യൂഷൻ മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ കമ്പയറബിൾ വാല്യൂഷൻ, സെക്കൻഡ് വൺ അസറ്റ് ബേസ്ഡ് വാല്യൂഷൻ, തേർഡ് വൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ വാല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമ്പയറബിൾ വാല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പോൾ കോമൺലി യൂസ്ഡ് വാല്യൂഷൻ മെത്തേഡാണ് കമ്പയറബിൾ വാല്യൂഷൻ മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ 2 മെത്തേഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടും അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന മെത്തേഡാണ് കമ്പയറബിൾ വാല്യൂഷൻ മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ കമ്പയറബിൾ വാല്യൂഷൻ ആണ് മെജോറിറ്റി ഇൻവെസ്റ്റേഴ്സും യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനീനെ ഓൾമോസ്റ്റ് മാച്ച് ആവുന്ന വേറൊരു കമ്പനിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കമ്പയറബിൾ കമ്പനിയുടെ ഇപ്പോൾ ഏതെങ്കിലും മാർക്കറ്റ് വാല്യുവേഷൻ മെട്രിക്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ലൈക്ക് പ്രൈസ് ടു ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ടു ബുക്ക് റേഷ്യോ ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഒറിജിനൽ സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ 2 കമ്പനീസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവരുടെ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ സിമിലർ ആയിരിക്കണം, അതുപോലെ തന്നെ 2 കമ്പനീസും സിമിലർ സൈസ് ആയിരിക്കണം, അതുപോലെ തന്നെ 2 കമ്പനീസും സെയിം റീജിയനിലായിരിക്കണം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കമ്പനിയുടെ ഒരു എക്സാക്ട് കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ബിക്കോസ് ഒരിക്കലും 2 കമ്പനീസും സെയിം ആയിരിക്കില്ല. പക്ഷേ ഓൾമോസ്റ്റ് മാച്ച് ആവുന്ന ഒരു കമ്പനി എടുത്തുകൊണ്ട് നമുക്കൊരു കമ്പയറബിൾ അനാലിസിസ് നടത്തിക്കൊണ്ട് ഒരു റഫ് അനാലിസിസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ TCSൻ്റെ ഒരു കമ്പയറബിൾ വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന IT സർവീസ് കമ്പനി ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അതായത് TCSൻ്റെ സിമിലർ സ്കെയിൽ ഓഫ് ബിസിനസ് ഉള്ള കമ്പനി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ TCSൻ്റെ ഒരു ക്ലോസ് മാച്ച് വരുന്നത് ഇൻഫോസിസ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് TCSൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ TCSൻ്റെ PE ഓർ PB റേഷ്യോ ഒരു റീസണബിൾ നമ്പർ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലോസ്ലി കമ്പയർ ചെയ്തുകൊണ്ട് അത് ക്ലോസ്ലി കമ്പയറബിൾ കമ്പനീസിൻ്റെ വാല്യുവേഷൻ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വാല്യുവേഷൻ മെത്തേഡ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിളാണ്, അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും 2 കമ്പനീസും സെയിം ആയിരിക്കില്ല. അതായത് കമ്പനി എയുടെ വാല്യുവേഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കമ്പനി ബിനെ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു റീസണബിൾ റേഞ്ച് ഓഫ് വാല്യുവേഷൻ ആണ് തരുന്നത്. ഒരു എക്സാക്ട് ആൻസർ ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഇനി നമ്മുടെ സെക്കൻഡ് വൺ അസറ്റ് ബേസ്ഡ് വാല്യുവേഷൻ ആണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത്. അതായത് ഒരു കമ്പനിയുടെ എക്സിസ്റ്റിംഗ് അസറ്റ് നമ്മൾ വാല്യൂ ചെയ്തുകൊണ്ട് കമ്പനിയുടെ വാല്യുവേഷൻ നമ്മൾ ചെയ്യുവാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ അസറ്റ് ബേസ് ഈസി ആയിട്ട് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾസ് ഒക്കെ കുറവാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസ് ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് ബെസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ ബാങ്കിങ് അതുപോലെ തന്നെ സിമിലർ സെക്ടറിൽ അസറ്റ് വാല്യൂ നമുക്ക് റീസണബിളി നമുക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കമ്പനി ഹോൾഡ് ചെയ്യുന്ന അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് വാല്യൂഷൻ്റെ ബേസിസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു കമ്പനിയുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ ഫ്യൂച്ചർ ഇൻകത്തെയാണ്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്തിട്ട് ഒരു കമ്പനിയുടെ നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത് ഇങ്ങനെയാണ്. അതായത് നെറ്റ് അസറ്റ് വാല്യൂ ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ 2 സെഗ്മെന്റ്സ് ഉണ്ട്. അതായത് ഗോയിങ് കൺസേൺ വാല്യൂ അതുപോലെ തന്നെ ലിക്വിഡേഷൻ വാല്യൂ. അപ്പോൾ ഗോയിങ് കൺസേൺ വാല്യൂവിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ അസറ്റ്സ് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മുന്നോട്ടേക്ക് ഫംഗ്ഷൻ ചെയ്യും എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ അസറ്റ്സിൽ നിന്ന് നമ്മൾ ലയബിലിറ്റീസ് നമ്മൾ റിമൂവ് ചെയ്യാണ്, എന്നിട്ട് നമ്മൾ കമ്പനിയുടെ വാല്യൂയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി ലിക്വിഡേഷൻ വാല്യൂവിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ബിസിനസ് മുന്നോട്ടേക്ക് ഫംഗ്ഷൻ ചെയ്യില്ല എന്നാണ്. അപ്പോൾ അസറ്റ്സ് ഒക്കെ നമ്മൾ സെൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാല്യൂ ചെയ്യാണ്, അതുപോലെ തന്നെ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലിക്വിഡേഷൻ വാല്യൂ എപ്പോഴും ഗോയിങ് കൺസേൺ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ബിക്കോസ് ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും.
അപ്പോൾ ഈ ഒരു ലിക്വിഡേഷൻ വാല്യൂന്ന് നമുക്കൊരു ബെഞ്ച് മാർക്ക് കിട്ടും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ലിക്വിഡേഷൻ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും കമ്പനിയുടെ വർത്ത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അസറ്റിൻ്റെ ബേസിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു പിക്ചർ കിട്ടുന്നുണ്ട് ദാൻ നമ്മുടെ കമ്പയറബിൾ വാല്യൂഷൻ മെത്തേഡ്. അപ്പം ഇനി ഇവിടുത്തെ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ അസറ്റ്സ് ഒക്കെ വാല്യൂ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് ഇൻടാഞ്ചിബിൾസ് ഒക്കെ ഉള്ള കമ്പനി ആണെങ്കിൽ ലൈക്ക് ഇപ്പോൾ ടെക്നോളജി കമ്പനീസ് ഒന്നും നമുക്ക് ഈസിലി നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി തേർഡ് വാല്യുവേഷൻ മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. അപ്പം ജനറൽ വാല്യുവേഷൻ മെത്തേഡിൽ ഏറ്റവും കോംപ്ലക്സ് ആയ മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്നുള്ളത്. അപ്പം ഈ ഒരു മെത്തേഡ് നമ്മൾ കമ്പനിയുടെ ഫ്യൂച്ചർ ഏർണിങ്സ് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോസ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് ഫാക്ടർ യൂസ് ചെയ്ത് പ്രസന്റ് വാല്യൂയിലേക്ക് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മെത്തേഡിനെ പറ്റിയിട്ട് ഇൻ ഡീറ്റെയിൽ നമ്മൾ പറയുന്നില്ല, ബിക്കോസ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് കോംപ്ലക്സ് ഫിനാൻഷ്യൽ നോളജ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പനിയുടെ ഓപ്പറേഷനെ പറ്റിയിട്ട് ഒരുപാട് കോംപ്ലക്സ് അസംഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് കമ്പനിയുടെ പ്രസന്റ് ഓപ്പറേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യും എന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അസംഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡിൽ കമ്പനിയുടെ ഓപ്പറേഷൻസ് അതുപോലെ തന്നെ ക്യാഷ് ഏണിംഗ് ക്യാപ്പബിലിറ്റിയുടെ മുകളിൽ നമ്മൾ അസംഷൻസ് എടുക്കുന്നുണ്ട്. അങ്ങനെ അസംഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ആണ് കമ്പനിയുടെ ഏറ്റവും ക്ലോസസ്റ്റ് പോസിബിൾ എസ്റ്റിമേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു മെത്തേഡിന്റെ വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ കോംപ്ലക്സ് ആയ ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത അസംഷൻസ് അതുപോലെ തന്നെ എസ്റ്റിമേറ്റ്സ് ഒക്കെ ഒരു കമ്പനിയുടെ ഫ്യൂച്ചറിന് മുകളിൽ 100% നമുക്ക് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. വേറെ ഒരുപാട് ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് കൊണ്ടും കമ്പനിയുടെ ഫ്യൂച്ചർ ഏർണിങ്സ് അഫക്റ്റ് ആയേക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റി നല്ല നോളജ് ഉള്ള എക്സ്പേർട്സ് അതുപോലെ തന്നെ വാല്യുവേഷൻ പ്രാക്ടീസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് ഈ ഒരു വാല്യുവേഷൻ മെത്തേഡ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും കൂടാതെ വേറൊരു ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ കമ്പനിയുടെ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് ഒന്നും നമ്മളിവിടെ നോക്കുന്നില്ല. ഇവിടെ നമ്മൾ പ്രീവിയസ് പബ്ലിക് ട്രേഡിംഗ് ഹിസ്റ്ററി നോക്കിയിട്ട് നമ്മൾ നല്ലൊരു ബൈയിങ് ഓർ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് നമ്മൾ പറയുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഷെയർ പ്രൈസ് ഹിസ്റ്ററി മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല നമ്മളിവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ആക്ച്വൽ സിറ്റുവേഷനെ പറ്റിയിട്ട് നമുക്കൊരു ക്ലിയർ പിക്ചർ ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ട്രേഡേഴ്സിന് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അവർ പ്രൈസ് മൂവ്മെൻ്റ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നതും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എടുക്കുന്നതും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസിൻ്റെ കംപ്ലീറ്റ് ഇൻഡിക്കേറ്റർ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ബിക്കോസ് ബൈ ടൈം കമ്പനീസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു വാല്യൂ അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനെ പറ്റിയിട്ട് നമുക്കൊരു ക്ലിയർ പിക്ചർ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് ഏതൊരു മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റോക്ക് പ്രൈസ് നിങ്ങൾക്ക് അതായത് സ്റ്റോക്കിൻ്റെ റൈറ്റ് പ്രൈസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത റൈറ്റ് പ്രൈസ് ശരിയാണോ എന്നുള്ളത് ഇപ്പോൾ ഫ്യൂച്ചറിൽ ആ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു റിട്ടേൺ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ റൈറ്റ് പ്രൈസ് എന്നൊരു ഫാക്ടറിലേക്ക് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നതിൽ വലിയ സെൻസ് ഒന്നുമില്ല. അപ്പോൾ അതിന് പകരം ലോങ് ടേം പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. ഇനി നിങ്ങളിപ്പോൾ ഒരു റോങ് പ്രൈസ് എൻട്രി എടുക്കുകയാണ്, പക്ഷേ നിങ്ങളിപ്പോൾ റൈറ്റ് ബിസിനസ്സിലേക്കാണ് എൻട്രി ചെയ്തതെങ്കിൽ ലോങ് റണ്ണിലേക്ക് അത് റൈറ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ റൈറ്റ് പ്രൈസ് എൻട്രി ആണ് എടുത്തത്, ബട്ട് നിങ്ങൾ റോങ് ബിസിനസ്സിലേക്കാണ് നിങ്ങൾ എൻട്രി ചെയ്തെങ്കിൽ ലോങ് റണ്ണിലേക്ക് അത് റോങ് ആയിരിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.